അന്ന് കൃത്യമായി പറഞ്ഞാൽ നവംബർ 11, 2022 ചെന്നൈയിലെ പുതുവണ്ണാരപ്പേട്ടയിലാണ് ഈ ഒരു കഥ നടക്കുന്നത്. അവിടെയാണ് സെൽവകുമാർ റെജീന ദമ്പതികൾ താമസിച്ചിരുന്നത്. അവർക്ക് ഒരു മകൾ ഉണ്ടായിരുന്നു. മകളുടെ പേര് സുമിത്ര എന്നായിരുന്നു. ഒറ്റ മകളായതുകൊണ്ട് തന്നെ എല്ലാവിധ സ്നേഹവും സൗകര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടായിരുന്നു അച്ഛനമ്മമാർ ആ ഒരു കുട്ടിയെ വളർത്തിയത്. അങ്ങനെ സുമിത്രക്ക് ഏകദേശം 24 വയസ്സായ ഒരു സമയം തിരുവട്ടിയൂർ പട്ടിണത്താർ അമ്പലത്തിലോട്ട് ആ ഒരു പെൺകുട്ടി പോയതായിരുന്നു. രാവിലെ അന്നത്തെ ദിവസം ഇതേപോലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി അമ്പലത്തിലോട്ട് പോയി. പിന്നെ ഒരു ഈവനിങ് ടൈം ആയപ്പോഴായിരുന്നു ആ ഒരു പെൺകുട്ടി തിരിച്ചെത്തിയത്. അതിനുശേഷം ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ ഡിന്നറൊക്കെ കഴിച്ച് ആ പെൺകുട്ടി റൂമിലോട്ട് പോകുന്ന വഴി തല കറങ്ങി വീഴുകയായിരുന്നു. ഇത് കണ്ട പേടിച്ച പാരൻസ് നേരെ സുമിത്രയെ എഴുന്നേൽപ്പിക്കാനായിട്ട് നോക്കി. അവരെത്ര ശ്രമിച്ചിട്ടും സുമിത്ര എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ചു നേരം കൂടെ കഴിഞ്ഞപ്പോൾ ബ്രീത്തും കാര്യങ്ങളൊന്നുമില്ല. അവരാകെപ്പാടെ പാനിക്കായി ഒച്ച വെക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ നൈബേഴ്സിനെ വിവരം അറിയിച്ചു. നൈബേഴ്സിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് സുമിത്രയെ നേരെ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കുകയും ചെയ്തു. സുമിത്രയെ പരിശോധിച്ച ഡോക്ടേഴ്സ് പറഞ്ഞത്, സോറി, നിങ്ങളോട് എത്തിക്കുന്നതിന് മുൻപ് തന്നെ ആ ഒരു പെൺകുട്ടി മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ള തരത്തിലായിരുന്നു. അപ്പോൾ അന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു വന്ന ആ ഒരു സ്ത്രീക്ക് എന്താണ് സംഭവിച്ചത്? ഈ മരണത്തിന് പിന്നിൽ എന്തെങ്കിലും ദുരൂഹതകളുണ്ടോ? എന്തൊക്കെയായിരുന്നു ഈ ഒരു സുമിത്രയുടെ ജീവിതത്തിൽ സംഭവിച്ചത്? അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസിൻ ദിസ് സൈഡ്. അങ്ങനെ സുമിത്ര എന്ന പേരുള്ള ഒരു യുവതി മരിച്ചിട്ടുണ്ടെന്നുള്ളൊരു വിവരം പോലീസ് ഓഫീസേഴ്സിനെ ഡോക്ടേഴ്സ് അറിയിക്കുകയാണ്. അപ്പോൾ എൻക്വയറിക്ക് വേണ്ടിയിട്ട് പോലീസുകാർ നേരെ ആ ഒരു ഹോസ്പിറ്റലിലോട്ട് എത്തി. എന്നിട്ട് അച്ഛനെയും അമ്മയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തു. അപ്പോൾ പേരൻസ് പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, രാവിലെ ഇതേപോലെ തന്നെ മകള് അമ്പലത്തിലോട്ട് പോയി, അതിനുശേഷം ഈവനിങ് തിരിച്ചു വന്നു. അതിനുശേഷം എന്താ പറയുക, രാത്രിയായപ്പോൾ എല്ലാവരും ഡിന്നർ കഴിച്ചു. പിന്നീട് റൂമിലോട്ട് പോകുന്ന വഴിക്ക് മകള് തല കറങ്ങി വീണതായിരുന്നു. പിന്നീട് ആ ഒരു ഉറക്കത്തിൽ നിന്ന് മകള് എഴുന്നേറ്റില്ല. എത്രയൊക്കെ വിളിച്ചിട്ടും എഴുന്നേറ്റില്ല. അങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് പറഞ്ഞുകൊണ്ട് അവർ അലമുറയിട്ട് കരയുകയായിരുന്നു. അപ്പോൾ പോലീസുകാർ ഇത് സ്റ്റാർട്ടിങ്ങിൽ ഒരു സ്വാഭാവിക മരണമാണ് എന്നുള്ളൊരു തരത്തിലായിരുന്നു കേസ് എടുത്തത്. അങ്ങനെ ആ ഒരു ബോഡി ഓട്ടോപ്സിക്കായിട്ട് അയക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു ഓട്ടോപ്സി റിപ്പോർട്ട് വന്നു. ആ ഒരു റിപ്പോർട്ട് കണ്ട് അക്ഷരാർത്ഥത്തിൽ പോലീസുകാർ തന്നെ ഞെട്ടിപ്പോവുകയായിരുന്നു. അതായത് സുമിത്രയുടെ മരണം ഒരു സ്വാഭാവിക മരണമായിരുന്നില്ല, കൊലപാതകമായിരുന്നു. തലയിൽ എന്തോ ശക്തിയുള്ളൊരു ഒബ്ജക്റ്റ് വെച്ച് അടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴുത്ത് ഞെരിച്ചും മറ്റുമായിരുന്നു ആ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയത്. അങ്ങനെ ഈ ഒരു കേസ് മർഡർ കേസായിട്ട് രജിസ്റ്റർ ചെയ്യുകയാണ്. പോലീസുകാർ ഇൻവെസ്റ്റിഗേഷൻ ആരംഭിച്ചു. അതേപോലെ തന്നെ പാരൻസിൻ്റെ അടുത്തും ഇതൊരു കൊലപാതകമാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയിക്കുകയായിരുന്നു. ഈ ഒരു സുമിത്രയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 7-8 വർഷങ്ങൾക്ക് മുൻപ് സെൽവം എന്ന് പറയുന്ന ഒരാളെ അവർ പ്രണയിച്ച് വിവാഹം കഴിക്കുകയായിരുന്നു. ഈ പുതുവണ്ണാരപ്പേട്ടയിൽ ചെന്നൈയിൽ ഈ ഒരു സുമിത്രയുടെയും ഫാമിലിയുടെയും കൂടെ ആയിരുന്നു ആ ഒരു ഭർത്താവും താമസിച്ചിരുന്നത്. അതായത് അമ്മായച്ചൻ്റെ അമ്മായിയമ്മയുടെയും എന്താ പറയുക ഭാര്യയുടെയും കൂടെയും ആ വീട്ടിലായിരുന്നു അയാൾ താമസിച്ചിരുന്നത്. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇവർക്ക് 2 ആൺകുഞ്ഞുങ്ങളും പിറക്കുകയായിരുന്നു. പിന്നെ ആളുടെ ജോലിയുടെ കാര്യം പറയാന്നുണ്ടെങ്കിൽ ആളൊരു മത്സ്യബന്ധന തൊഴിലാളിയായിരുന്നു. കടലിൽ പോയിട്ട് മീൻ പിടിച്ചിട്ടായിരുന്നു ആളുടെ കുടുംബവും കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ആളിങ്ങനെ കടലിൽ പോകാറുണ്ടായിരുന്നു. അതിനുശേഷം എന്താ പറയുക, തിരിച്ചു വരും വീട്ടിൽ വൈഫിൻ്റെയും മക്കളുടെയും അതുപോലെ തന്നെ എന്താ പറയുക അമ്മയച്ചൻ്റെ അമ്മായിമ്മയുടെ കൂടെ ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യും. അങ്ങനെ വലിയ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ഹാപ്പി ആയിട്ടുള്ള അവരുടെ ഒരു ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിലാണ് ഇങ്ങനെ എന്താ പറയുക ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള രീതിയിൽ ഈ സ്ത്രീ കൊല്ലപ്പെടുന്നത്. അപ്പോൾ പോലീസുകാർ ചിന്തിച്ചപ്പോൾ ഈ ഒരു കൊലപാതകം വീട്ടിനുള്ളിൽ നിന്നുള്ള ആരോ നടത്താനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം വേറെ പുറത്തുനിന്ന് ആരെങ്കിലും വന്നതായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയുക വേറെ ബ്രേക്കിംഗ് നടന്നതിൻ്റെയോ അല്ലാന്നുണ്ടെങ്കിൽ വേറെ യാതൊരു തരത്തിലുള്ള ഒരു ഇതുമില്ല. വീട്ടിലുള്ള ആരോ തന്നെ ഈ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയതാകാനുള്ള സാധ്യതയേ ഉള്ളൂ എന്നുള്ളൊരു തരത്തിൽ പോലീസുകാർ വീട്ടിലുള്ള ആളുകളെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് സുമിത്രയുടെ അമ്മയായിട്ടുള്ള റെജീന പല കാര്യങ്ങളും പോലീസിനോട് പറയുന്നത്. ആ ഒരു കഥ കേട്ട് പോലീസുകാർ തന്നെ ഞെട്ടിത്തെറിച്ചു പോവുകയാണ്. തിരുവച്ചിയൂർ എന്ന് പറയുന്ന ഒരു ഏരിയയിലായിരുന്നു സുമിത്രയുടെ ഫാമിലി താമസിച്ചിരുന്നത്. ആ ഒരു പെൺകുട്ടി ജനിച്ചു വളർന്നതും ആദ്യം സ്കൂളിലൊക്കെ പോയിരുന്നതൊക്കെ അവിടെ വെച്ചിട്ട് തന്നെ ആയിരുന്നു. എന്നാൽ ആ പെൺകുട്ടിയുടെ പ്രായം കൂടുന്തോറും കൂട്ടുകെട്ടുകളും കാര്യങ്ങളൊക്കെ വളരെയധികം വഷളാകുന്നതും അതുപോലെ തന്നെ പല പയ്യന്മാരോടുകൂടെ കറങ്ങി നടക്കുന്നതെല്ലാം തന്നെ പേരൻസ് ഗൗനിക്കുകയാണ്. അതിനുശേഷം ഇങ്ങനെയൊന്നും നടന്നാൽ ശരിയാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിയെ വിളിച്ചിരുത്തിയിട്ട് പേരൻസ് ഉപദേശിച്ചു. നീ ഇങ്ങനെ പല ആമ്പിള്ളേരെ കൂടെ ഇങ്ങനെ കറങ്ങി നടക്കുന്നതും അതേപോലെ തന്നെ പല വഴിക്ക് പോകുന്നതും എല്ലാവരും കാണുന്നുണ്ട്, റിലേറ്റീവ്സ് അറിയുന്നുണ്ട്, നൈബേഴ്സ് എല്ലാവരും കാണുന്നുണ്ട്, ഞങ്ങളുടെ അടുത്ത് പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇനിയെങ്കിലും അടങ്ങി ഒതുങ്ങി ജീവിക്കണം എന്നുള്ളൊരു കാര്യം പേരൻസ് ഈ ഒരു പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ജീവിക്കും, എനിക്ക് ഇങ്ങനെ ജീവിക്കാനാണ് ഇഷ്ടം എന്നുള്ളൊരു രീതിയിൽ ആ ഒരു പെൺകുട്ടി പേരൻസിൻ്റെ അടുത്ത് തർക്കിക്കുകയായിരുന്നു.
ആ സമയത്ത് ടീനേജർ ആയിരുന്ന സുമിത്രയെ കൺട്രോൾ ചെയ്യാനായിട്ട് പെട്ടെന്നുകൊണ്ട് പാരൻസിനെ കൊണ്ട് സാധിച്ചില്ല. ആ പെൺകുട്ടിക്ക് പല പയ്യന്മാരുമായിട്ട് റിലേഷൻഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുവിധം ആ ഒരു നാട്ടിൽ നിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതി വന്നപ്പോൾ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടിയുടെ സ്വഭാവം കൂടുതൽ വഷളാവുള്ളൂ, നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് റീലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മകള് കുറച്ചൊക്കെ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് കണക്കാക്കിയിട്ട് ആ പാരൻസ് അവിടെ നിന്ന് റീലൊക്കേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അങ്ങനെയാണ് അവർ ആ ഒരു പുതുവണ്ണാരപ്പേട്ട എന്ന് പറയുന്ന സ്ഥലത്തോട്ട് താമസം മാറുന്നത്. അവിടെ അങ്ങനെ അവരൊരു വാടക വീടെടുത്ത് താമസം തുടങ്ങി. അവിടെ വെച്ചിട്ടാണ് സെൽവം എന്ന് പറയുന്ന ഒരു പയ്യനെ ഈ സുമിത്ര കാണുന്നത്. ആ ഒരു പയ്യൻ ആ സമയത്ത് അവിടെ മീൻ പിടിക്കുന്ന ജോലിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ പരിചയപ്പെടുകയായിരുന്നു, പിന്നീട് പ്രണയത്തിലാവുകയും ചെയ്തു. ഇവരുടെ ഈ ഒരു പ്രണയത്തിൻ്റെ വിവരം സുമിത്രയുടെ വീട്ടുകാരെ അറിയിക്കുകയാണ്. അപ്പോൾ ഈ പാരൻസ് ചിന്തിച്ചത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ച് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവളുടെ പഴയ സ്വഭാവത്തിൽ നിന്നൊക്കെ എന്താ പറയുക മാറിയിട്ട് ഒരു നല്ലൊരു ഫാമിലി ലൈഫ് നയിക്കും, ഇതാണ് കറക്റ്റ് ടൈമെന്ന് വിചാരിച്ചുകൊണ്ട് പാരൻസ് ആ ഒരു വിവാഹത്തിന് ഓക്കെ പറയുകയായിരുന്നു. അങ്ങനെ ഈ പെൺകുട്ടിക്ക് ഒരു 10-18 വയസ്സ് ഉള്ള ടൈമിൽ ഇവരുടെ രണ്ടുപേരുടെയും വിവാഹം നടക്കുകയും ചെയ്തു. അതിനുശേഷം ഇവർക്ക് 2 കുട്ടികളും ഉണ്ടായി. എന്നാൽ അതിനുശേഷം സുമിത്ര തൻ്റെ പഴയ സ്വഭാവം നിർത്തിയില്ല. ആ ഒരു ഏരിയയിൽ തന്നെയുള്ള പല പയ്യന്മാരുമായിട്ടും എന്താ പറയുക വേറൊരു തരത്തിലുള്ളൊരു ബന്ധം ഈ ഒരു സ്ത്രീക്ക് ഉണ്ടായിരുന്നു. അതായത് ഒരു വഴിവിട്ട ബന്ധം ഉണ്ടായിരുന്നു പല പുരുഷന്മാരുമായിട്ട്. ഇതൊരു സമയത്ത് സെൽവം അറിയുകയായിരുന്നു. അപ്പോൾ സെൽവത്തിനാണെന്നുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ ഹിസ്റ്ററിയോ കാര്യങ്ങളൊന്നും അറിയില്ല. പ്രണയിച്ചു, വിവാഹം കഴിച്ചു, കുട്ടികളായി. അതിനുശേഷം വേറെ പുരുഷന്മാരെ കൂടെ പോകുന്നതിൻ്റെ പേരിൽ സെൽവവും അതേപോലെ തന്നെ ഒരു സുമിത്രയും തമ്മിൽ അടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയാണ്. എന്നാലും എന്താ പറയുക ആൾക്ക് ആ ഒരു ഭാര്യയും മക്കളെയും വിട്ടുപോകാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം മക്കളോട് ആൾക്ക് അത്രയും ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കൾക്ക് വേണ്ടി ആൾ അവിടെ ക്ഷമിച്ച് സഹിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കടന്നുപോയി. അന്ന് കൃത്യമായി പറഞ്ഞാൽ നവംബർ 11, 2022. അന്ന് രാവിലെ തന്നെ സുമിത്ര കുളിച്ചൊരുങ്ങി ഒരു കാമുകൻ്റെ കൂടെ പുറത്തോട്ട് പോയതാണെന്ന് പറയപ്പെടുന്നു. പിന്നീട് വരുന്നത് ഏകദേശം ഒരു ഈവനിങ് 3 മണി ടൈമൊക്കെ ആയപ്പോഴാണ്. അപ്പോൾ സുമിത്രയുടെ അമ്മ സുമിത്രയുടെ അടുത്ത് ചൂടാവാണ്, നീ ഇന്നിവിടെ ഫുഡും കാര്യങ്ങളൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, മര്യാദക്കൊന്നും പറഞ്ഞില്ല, നിനക്ക് തോന്നുമ്പോൾ പോയി തോന്നിയ സ്ഥലത്ത് തോന്നിയവരെ കൂടെ കറങ്ങിയിട്ട് തിരിച്ചു വരാമെന്നാണോ നീ വിചാരിക്കുന്നത്? നീ സത്യം പറ, ആരെ കൂടെയാണ് പോയത്, ഏതാണ് കാര്യം, അങ്ങനെയൊക്കെ ചോദിച്ച് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നു. അപ്പോൾ സുമിത്രയും ഇതേപോലെ തന്നെ തിരിച്ചു പറയാനായിട്ട് പോയി, ഞാൻ അമ്പലത്തിലോട്ടാണ് പോയത്, ഞാൻ രാവിലെ അമ്പലത്തിലോട്ട് പോയി തൊഴുത് തിരിച്ചിങ്ങോട്ട് വന്നപ്പോൾ ഈ ഒരു നേരായി എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള തർക്കം അങ്ങനെ അങ്ങോട്ട് മൂർച്ഛിക്കുകയാണ്. ആ ഒരു സമയത്ത് സുമിത്രയുടെ മക്കളും അതുപോലെ തന്നെ ഹസ്ബൻഡും വീട്ടിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ സുമിത്രയുടെ അച്ഛനും ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയും മകളും തമ്മിലുള്ള ഈ ഒരു തർക്കവും കാര്യങ്ങളൊക്കെ മൂർച്ഛിച്ചു. അപ്പോൾ ഈ ഒരു സൗണ്ടും കാര്യങ്ങൾ കേട്ട് നൈബേഴ്സ് വരെ വരുന്നൊരു സിറ്റുവേഷനിലോട്ട് കാര്യങ്ങളെത്തി. അതിനുശേഷം ഇവർ രണ്ടുപേരും ഇങ്ങനെ പിരിഞ്ഞു പോവുമായിരുന്നു. രണ്ടുപേരും എന്താ പറയുക ഇത്തിരി സമാധാനപ്പെട്ട് പിരിഞ്ഞു പോയി ആൾക്കാരൊക്കെ കൂടി ആ ഒരു ടൈമിൽ. എന്നാൽ ഇത് കഴിഞ്ഞിട്ടും റെജീനയുടെ ദേഷ്യം തീർന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റെജീന തൻ്റെ ഹസ്ബൻഡിനെയും മരുമകനെയും വിളിച്ചിട്ട് പറഞ്ഞു, ഇവള് ജീവിക്കാൻ തന്നെ യോഗ്യതയില്ലാത്തവളാണ്. ഇവള് ഇനിയും ജീവിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികളുടെ ഭാവി കൂടെ അവതാളത്തിലാവും. ഇവളങ്ങ് ഇല്ലാതായിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നാണക്കേടിൽ നിന്നും രക്ഷപ്പെടാം, അതുപോലെ തന്നെ കുട്ടികൾ നന്നായിട്ട് ജീവിക്കുമെന്ന് പറയുകയാണ്. അങ്ങനെ ഇവർ 3 പേരും കൂടെ ആ ഒരു സ്ത്രീയെ ഇല്ലാതാക്കാനായിട്ടുള്ള പ്ലാൻ ചെയ്യുകയായിരുന്നു. അങ്ങനെ അന്ന് നൈറ്റ് ഡിന്നറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. സുമിത്രക്ക് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അവർ നേരെ മുറിയിലോട്ട് പോയിട്ട് കിടന്നുറങ്ങുകയാണ്. പെട്ടെന്ന് തന്നെ അവർ ഉറക്കം പിടിച്ചു. അങ്ങനെ ഉറങ്ങി നിൽക്കുന്ന ടൈമിൽ ഇവർ 3 പേരും പ്ലാൻ ചെയ്തത് പ്രകാരം ആ ഒരു മുറിയിലോട്ട് എത്തുകയാണ്. ഹസ്ബൻഡ് കാലും അതുപോലെ തന്നെ അച്ഛൻ കൈയും പിടിച്ചു. അതിനുശേഷം ഈ അമ്മയാണ് ആ സ്ത്രീയുടെ തലയ്ക്ക് എന്തോ ശക്തിയായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് കൊണ്ട് അടിക്കുന്നത്. അതിനു മുൻപ് ഇവർക്കൊന്ന് ബോധം വന്നിട്ടുണ്ടായിരുന്നു. ഇവർ പ്രതികരിക്കുന്നതിന് മുൻപ് തന്നെ ആ ഒരു അടി കിട്ടി. അതിനുശേഷം ആ ഒരു സ്ത്രീയുടെ മൂക്കും വായൊക്കെ പൊത്തിപ്പിടിക്കുകയും അതുപോലെ തന്നെ കഴുത്ത് ഞെരിക്കുകയും ചെയ്യുകയായിരുന്നു. അപ്പോൾ 2 പേര് കൈയും കാലും പിടിച്ചിട്ടുണ്ട്. ഈ ഒരു സ്ത്രീ കഴുത്ത് ഞെരിക്കുകയും ചെയ്തു. ഒന്ന് പ്രതികരിക്കാൻ പോലും സാധിക്കാതെ ആ ഒരു സ്ത്രീ അവിടെ കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷമാണ് ഇവർ കംപ്ലീറ്റ് ഡ്രാമ മുഴുവൻ കളിച്ചത്. അതായത് നേരെ എന്താ പറയുക ഈ പെൺകുട്ടി നേരെ റൂമിലോട്ട് കയറി പോകുന്നതിൻ്റെ ഇടയിൽ നിലത്ത് വീണു, തലയിറങ്ങി വീണു, പിന്നീട് എഴുന്നേറ്റില്ല എന്നുള്ള രീതിയിൽ ഒച്ചയും ബഹളവും ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇവരുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ കേട്ട് നൈബേഴ്സ് വന്നു. പിന്നീട് ഇതേപോലെ തന്നെ ആ പെൺകുട്ടിയെ അടുത്ത് ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ ആദ്യം പോലീസുകാരും ഇതൊരു സ്വാഭാവിക മരണമാണെന്നുള്ള രീതിയിൽ അവർ കേസ് എടുക്കുകയായിരുന്നു. പിന്നീട് ഓട്ടോപ്സി റിപ്പോർട്ട് വന്നപ്പോഴാണ് ഇതൊരു കൊലപാതകമാണെന്നും ഇതിൻ്റെ പിന്നിൽ എത്രത്തോളം സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതും പോലീസുകാർ മനസ്സിലാക്കുന്നത്. സത്യത്തിൽ ഓട്ടോപ്സി റിപ്പോർട്ട് കിട്ടിയപ്പോൾ പോലീസുകാർ വിചാരിച്ചത് ആ ഫാമിലിയിൽ ആരോ ആയിരിക്കും ആ ഒരു കൊലപാതകം ചെയ്തിട്ടുണ്ടാകുക എന്നുള്ളതായിരുന്നു. എന്നാൽ ഇവർ 3 പേരും കൂടെ ചേർന്നിട്ടാണ് ഇത്തരത്തിലുള്ളൊരു കൊലപാതകം ചെയ്തതെന്നുള്ളത് പോലീസുകാർ ആ ഒരു സമയത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. അക്ഷരാർത്ഥത്തിൽ ഈ ഒരു കേസ് അന്വേഷിച്ച പോലീസുകാർ തന്നെ ഞെട്ടിത്തെരിച്ചു പോയ ഒരു കേസായിരുന്നു ഇത്. അപ്പോൾ ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവർ 3 പേരും ജയിലിലാണ്. ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്.
ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? സുമിത്രയുടെ ഈ ഒരു ജീവിതത്തെക്കുറിച്ചിട്ടും അവസാനം അവർ കൊല്ലപ്പെട്ടതിനെ കുറിച്ചിട്ടും അതേപോലെ തന്നെ ഈ ഒരു ഫാമിലി മെമ്പേഴ്സ് ചെയ്ത കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾ എന്താണ് കരുതുന്നത്? നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളിൽ രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റജീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.